ഭരണഘടനാ അവഹേളന പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന് തിരിച്ചടി. വിവാദ പ്രസംഗത്തിൽ തുടരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. പോലീസ് റിപ്പോർട്ടും തള്ളിക്കളഞ്ഞു. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, എന്താണ് കോടതിയിലെ നടപടിയുടെ വിശദാംശങ്ങൾ? വീണ, മന്ത്രി സജി ചെറിയാന് തിരിച്ചടി നൽകിക്കൊണ്ടുള്ളതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന ഉത്തരവ്. മല്ലപ്പള്ളി പ്രസംഗത്തിൽ, അതായത് ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ നടത്തിയ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ ഇപ്പോൾ തുടരന്വേഷണത്തിനാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഉത്തരവിട്ടിരിക്കുന്നത്. മന്ത്രി നടത്തിയ പരാമർശങ്ങൾ അത് ഭരണഘടനയോട് അനാദരവ് കാട്ടുന്നതാണെന്നും ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പോലീസ് നേരത്തെ റെഫർ റിപ്പോർട്ട് ഫയൽ ചെയ്തത് മന്ത്രിയുടെ ഭാഗത്തു നിന്നും അനാദരവോടുകൂടിയ പരാമർശങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഒരു റിപ്പോർട്ട് തെറ്റാണെന്നും, അതായത് ഫോറൻസിക്കിന്റെ പരിശോധനയില്ലാതെ ആ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കാതെയാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തിയത്. ഈ റെഫർ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റിന്റെ നടപടി തെറ്റാണെന്ന് കൂടി ഹൈക്കോടതി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ റെഫർ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് നിലവിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച് തന്നെ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് തുടരന്വേഷണം നടത്താനായിട്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മന്ത്രി ആയതുകൊണ്ടാണ് നിലവിൽ തുടരന്വേഷണത്തിന് സംസ്ഥാന ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷണം ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു നിർദ്ദേശം കോടതി നൽകിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ, അതായത് ഈ ഒരു കുന്തവും കുടച്ചക്രവും എന്നുള്ള രീതിയിലുള്ള വാക്കുകളായിരുന്നു ഈ ഒരു മല്ലപ്പള്ളി പ്രസംഗത്തിൽ 2022 നടത്തിയ പ്രസംഗത്തിൽ മന്ത്രി ഉപയോഗിച്ചത്. അത് അന്ന് തന്നെ വലിയ രീതിയിൽ വിവാദമാവുകയും വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകുകയും ചെയ്തിരുന്നു. അന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് നൽകിയ റെഫർ റിപ്പോർട്ട് എന്ന് പറയുന്നത് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഭരണഘടനയോട് അനാദരവ് കാട്ടുന്ന പരാമർശങ്ങളോ അല്ലെങ്കിൽ മറ്റ് നിലപാടുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ബൈജു നോയൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് നിലവിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അതായത് മജിസ്ട്രേറ്റിന്റെ നടപടി, അതായത് പോലീസിന്റെ റെഫർ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റിന്റെ നടപടി റദ്ദാക്കണമെന്നും ഒപ്പം തന്നെ ഈ വിഷയത്തിൽ CBIയുടെ അന്വേഷണം നടത്തണമെന്നുമുള്ളതായിരുന്നു ഹൈക്കോടതി നൽകിയ ഹർജിയിലെ ആവശ്യം. ഈ ഹർജി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും മന്ത്രി സജി ചെറിയാനെതിരെ മല്ലപ്പള്ളി പ്രസംഗത്തിൽ ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് സജി ചെറിയാൻ നടത്തിയ പ്രസംഗത്തിൽ തുടരന്വേഷണം നടത്താനായിട്ടാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മന്ത്രി ആയതുകൊണ്ട് തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനം തെറ്റാണെന്നും മാധ്യമപ്രവർത്തകരുടെ അടക്കം, അതായത് ഈ പ്രസംഗം കേട്ടുനിന്ന ആൾക്കാരുടെ അടക്കം മൊഴികൾ രേഖപ്പെടുത്താതെയും ഫോറൻസിക്കിന്റെ പരിശോധന പൂർത്തിയാകാതെയുമാണ് ഇത്തരത്തിലുള്ള ഒരു റെഫർ റിപ്പോർട്ട് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പോലീസ് വെച്ചത്. പക്ഷേ ഈ പോലീസിന്റെ റെഫർ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റിന്റെ നടപടിയെ അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാട് കൂടി ഹൈക്കോടതി എടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ വാദം കേട്ട വേളയിലും ഹൈക്കോടതി സമാനമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. കാരണം ഈ കേസ് ഡയറിയും അതോടൊപ്പം തന്നെ ഈ പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ ഹർജിയിൽ വാദം കേട്ട വേളയിൽ പരിശോധിക്കുകയും ചെയ്തിരുന്നു. അന്ന് ഈ പ്രസംഗം കേട്ടുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞത്, ഈ മന്ത്രി പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ ഈ ഭരണഘടനയോട് അനാദരവ് ഉള്ളതായിട്ട് തോന്നുമെന്നുള്ളതായിരുന്നു ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ വിലയിരുത്തൽ. എന്തായാലും വിശദമായിട്ട് ഈ ഹർജിയിലും അതോടൊപ്പം തന്നെ മന്ത്രി നടത്തിയ പ്രസംഗത്തിന്റെ ക്ലിപ്പുകൾ അടക്കം കേസ് ഡയറി അടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നിലവിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. മന്ത്രി എന്നുള്ള രീതിയിൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ പോലീസ് അനുകൂല നിലപാട് സ്വീകരിച്ചതിനെ ഹൈക്കോടതി വിമർശിച്ചിരിക്കുകയാണെന്ന് വേണം ഈ ഒരു ഉത്തരവിലൂടെ നമുക്ക് വ്യാഖ്യാനിക്കാൻ. എന്തായാലും നേരത്തെ തന്നെ പോലീസിന്റെ റെഫർ റിപ്പോർട്ടിൽ മന്ത്രി അനുകൂലിച്ചുള്ളതായിരുന്നു. ആ റെഫർ റിപ്പോർട്ട് അടക്കം അപ്പാടെ തള്ളിക്കൊണ്ടാണ് നിലവിൽ തുടരന്വേഷണം നടത്താനായിട്ട് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും മന്ത്രിയെ സംബന്ധിച്ച് തിരിച്ചടി നൽകിക്കൊണ്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ വിധി പറയവേ തന്നെ ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു മന്ത്രി തന്നെ ഇത്തരത്തിൽ അനാദരവോടുകൂടിയ പരാമർശങ്ങൾ അതും ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് നടത്തുകയാണെങ്കിൽ അത് പൊതുജന മധ്യത്തിൽ അത് പോലീസ് റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് കോടതി ഇങ്ങനൊരു നിലപാട് എടുത്തിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി ഈ ഭരണഘടനാ അവഹേളനം നടത്തിയതായുള്ള ഒരു പരാമർശം കൂടിയാണ് വ്യക്തമാകുന്നത്. കോടതിയുടെ ഇന്നത്തെ ഈ ഉത്തരവിൽ നിന്ന് തുടരന്വേഷണം ആണ് ഈ വിഷയത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രേഷ്മ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഈ സൂചിപ്പിച്ചതുപോലെ പോലീസ് റിപ്പോർട്ട് തള്ളിക്കളയുമ്പോൾ അതിൽ പോലീസ് റിപ്പോർട്ട് നൽകിയതിൽ കൃത്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ കോടതി ഉത്തരവിനിടെ തന്നെ ഭരണഘടനാ അവഹേളനം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി വ്യക്തമാവുകയാണ് ഇതിൽ നിന്ന്, കോടതിയിൽ നിന്ന്. ഒരുപക്ഷെ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ഈ പോകേണ്ടത്.